ഇവിടെ വെച്ച് നടക്കുന്ന ഈ IGCയുടെ ലേഡീസ് മീറ്റിങ്ങിൽ ശ്രേഷ്ഠ ദേവദാസന്മാരോടും ദൈവജനത്തോടും ചേർന്ന് നിങ്ങൾ കുടുംബമായി കടന്നു വന്ന കർത്താവിന്റെ സന്നിധി ദൈവത്തിന്റെ വചനവും സാക്ഷ്യവുമായി നിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സിനി ബെന്നി, ലേഡീസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞങ്ങൾ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ ബിച്ചിയാൻറ്റി, പ്രിയ പേസ്റ്റർ പാസ്റ്റർ, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ IGCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് മോമൻ സാർ, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് വിജയാൻറ്റി പറഞ്ഞു തോമസ് മോമൻ സാർ ഉണ്ടെന്ന് അത് കേട്ടപ്പോഴേ എനിക്കും വിജയാൻറ്റി പറഞ്ഞതുപോലെ അല്പം ഒരു ഭയം തോന്നി. മുന്നിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പം ചെറിയ ഭയത്തോടു കൂടെയാണ് നിൽക്കുന്നത്, ബഹുമാനത്തോടു കൂടെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമാണ് ഇങ്ങനെ കാണുവാൻ ഒരുമിച്ചായിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ശ്രേഷ്ഠ അഭിഷക്തന്മാർ അനുഗ്രഹിക്കപ്പെട്ട ആദ്യം ഇവിടെ ഗാനങ്ങളാൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച കർത്താവിന്റെ ദാസി പ്രിയ വിജയാൻറ്റി, ഞങ്ങൾ ഒത്തിരി ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസിയാണ്. അതിനുശേഷമായി ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച കർത്താവിന്റെ ദാസി ഡോക്ടർ അൻഷു, ആമേൻ. പ്രിയ കുഞ്ഞുങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാർ, പ്രത്യേകിച്ച് ഈ സ്ഥലം സഭാ ശുശ്രൂഷകൻ, ആമേൻ. കഴിഞ്ഞ ഞങ്ങളിവിടെ പല സമയങ്ങളിൽ കടന്നു വരുവാൻ ആമേൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അന്ന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ ദാസിയുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ ബെന്നി ജോൺ പാസ്റ്റർ കുടുംബം, എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാർ, ദൈവമക്കൾ, കർത്താവിന്റെ ദാസി ഷീബ, എനിക്ക് അനേകം പരിചയമുള്ള മുഖങ്ങളാണ്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ ശ്രേഷ്ഠ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് സഹോദരിമാരെ കുറിച്ചൊക്കെ പറയണമെന്ന് ചിന്തിച്ചെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ വേഗം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യവും, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം കൂടെ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. സ്തോത്രം. 2025 വർഷങ്ങൾക്ക് മുൻപ് പ്രവചന ശബ്ദമായി വെളിപ്പെട്ട ദൈവിക ദൂത് പോലെ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പ്രത്യക്ഷനായി. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി. നമുക്കിവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശ ഈ വചനം രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ഭൂമിയിൽ അവതരിക്കുവാനുള്ള ലോക രക്ഷിതാവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. ഏദനിൽ വെച്ച് ആദ്യ മാതാപിതാക്കളായ ആദാം ഹൗവ ദമ്പതിമാർ പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ പ്രായശ്ചിത്ത ഫലമായി ഭൂമിയിൽ പാപം പെരുകി. പാപം പെരുകിയപ്പോൾ പാപം ചെയ്യിപ്പിച്ച ദുഷ്ടപിശാചായ സർപ്പത്തോടും അരുളി ചെയ്തതായ പ്രവചന ഭാഗമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അരുളപ്പാടുമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിച്ച് കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ മുൻകൂട്ടി അറിയിച്ച പ്രവചന ശബ്ദമാണ്. ഒരു സ്ത്രീയിലൂടെ പാപം ചെയ്യിപ്പിച്ച് മനുഷ്യൻ പാപത്തിലായപ്പോൾ അടുത്തൊരു സ്ത്രീയുടെ സന്തതി ആ പിശാചിന്റെ തലയെ തകർക്കും. ഒരു സ്ത്രീയിലൂടെ പാപം ചെയ്ത് പാപം പെരുകിയപ്പോൾ അടുത്തൊരു
സഹോദരിമാർ ആമേൻ ദൈവസഭയെ തകർക്കുമ്പോൾ, ദൈവജനത്തെ നശിപ്പിക്കുമ്പോൾ, അനേകരുടെ വീഴ്ച കാണാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരെ ആ പിശാചിന്റെ തലയെ തകർക്കുന്ന അഭിഷേകമുള്ളവരായി എഴുന്നേൽപ്പിക്കുക. എത്ര പേർ ഏറ്റെടുക്കും? ഈ 2026 വിശ്വാസത്തോടെ പറ, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയുടെ മേൽ ഒരു ഉണർവിന്റെ ശക്തിയോടെ അടുത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. കാഴ്ചപ്പാട് മങ്ങിപ്പോകുമ്പോൾ, ദർശനം നഷ്ടമാകുമ്പോൾ, ആമേൻ സ്തോത്രം, വചനം ദുർലഭമാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഹന്നമാരുടെ തലമുറകളെ ആമേൻ ദൈവ ശബ്ദം കേൾപ്പിക്കുന്നവരായി എഴുന്നേൽപ്പിക്കുക. ശക്തമായി വിശ്വാസത്തോടെ പറ, എത്ര ഹന്നമാരുണ്ട് ഒറ്റക്കാരിയോ, എത്ര ഓഫിനെയും വിനേകാസും ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റാലും ആരും അറിയാതെ ഉള്ളറയിൽ പ്രാർത്ഥിക്കുന്ന ചില ഹന്നമാരുടെ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. വിശ്വാസത്തോടെ പറ, കർത്താവേ, എനിക്കും എന്റെ തലമുറയ്ക്കും വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ ബുദ്ധി മണ്ഡലത്തെ തകർക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിന്റെ എന്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുമോ? മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കുവാൻ, മകന് മകള് എന്ന നിലവാരത്തിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാചൊരുക്കിയ തന്ത്രത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം ഒരുക്കിയ രക്ഷകര പദ്ധതിയായിരുന്നു യേശുവിന്റെ ജനനം. ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ കാലത്തിന്റെ തികവെങ്കിൽ കാലാധിപനായ ദൈവം കാലിത്തൊഴുത്തിൽ കന്യക മറിയമിൽ ജനിച്ച എന്റെ യേശു, മത്തായിയുടെ സുവിശേഷം 1:21 പറയുന്നു, സ്തോത്രം, ആമേൻ, എന്റെ അല്ലെങ്കിൽ കന്യക മറിയമിൽ ജനിച്ച യേശുവിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 1 മുതൽ വായിക്കുമ്പോൾ അറിയാം, അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്ക് ജനിച്ചു, അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബിൽ നിന്ന് ആമേൻ യഹൂദയെയും തന്റെ സഹോദരങ്ങളെ ജനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അടുത്ത കാണുന്നുണ്ട്, എലിയാസറിൽ നിന്ന് മദ്യാനെ ജനിപ്പിച്ചു, മദ്യാനിൽ നിന്ന് സ്തോത്രം യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബിൽ നിന്ന് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ അവളിൽ നിന്ന് യേശു ജനിച്ചു എന്നല്ലേ കാണുന്നേ? ജനിച്ചു. ആമേൻ സ്തോത്രം. സാധാരണ ആമേൻ പിതാവിൽ നിന്നാണ് മനുഷ്യൻ ജനിക്കുന്നത്. എന്നാൽ ആദാമിക പാപം അല്പം പോലും വേശാതെ ആമേൻ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത എന്റെ യേശു, സ്തോത്രം, ഏദനിൽ വെച്ച് ദൈവത്തിന്റെ ആദ്യത്തെ അരുളപ്പാടായിരുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഏദനിൽ വെച്ച് ദൈവം അരുളി ചെയ്തതാണ്. എന്റെ ദൈവത്തിന് ഈ പിശാചിന്റെ തലയെ തകർക്കാമായിരുന്നില്ലേ? ഏദനിൽ വെച്ച് ഈ പിശാചിന്റെ തലയെ തകർക്കാമായിരുന്നോ? തകർക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ തലമുറയെ തകർത്ത പിശാചിന്റെ തലയെ തകർക്കുവാൻ കർത്താവ് അടുത്തൊരു തലമുറയെ കാണുകയാ. അടുത്തൊരു തലമുറയെ കർത്താവ് കാണുകയാ. ആമേൻ. ജനിക്കുന്ന തലമുറകളെ, സന്തതികളെ തകർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ പിശാചിനെ തകർക്കുവാൻ, ആ പിശാചിന്റെ ബുദ്ധിമണ്ഡലത്തെ തകർക്കുന്ന അടുത്തൊരു തലമുറയെ എന്റെ ദൈവം കണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് ജനിക്കുന്ന സന്തതികളെ മുഴുവൻ പിശാച് തകർത്തുകൊണ്ടിരുന്നില്ലേ?
തന്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കയീൻ ആരായി മാറി? ശാപഗ്രസ്തനായി മാറി. പിശാച് മാറി നിന്ന് ചോദിക്കും, ഇനി എന്റെ തല ആര് തകർക്കും? സ്തോത്രം. ജനിക്കുന്ന സന്തതികളെ തകർത്തുകൊണ്ടിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മുഴുവൻ പിശാച് തന്റെ തന്ത്രത്തിൽ കുരുക്കിയിട്ടു. എന്നാൽ അതിനകത്ത് നിന്ന് ഒരുവന്റെ മേൽ കൃപ പകർന്നു. അതാണ് നോഹയുടെ കാലം. ലോത്തിക്കാലത്ത് എന്നതുപോൽ നോഹിൻ കാലം പോലെയുമ യേശു വരാറായി, യേശു വരാറായി. വിറ്റും നട്ടും തിന്നുകൂടി ചൊന്നുമറിയാതെ നമ്മൾ പാർത്തിടുന്നു പാരിൽ, പാർത്തിടുന്നു പാരിൽ. കാലമില്ല, കാലമില്ല, യേശു വരാൻ നേരമായി. കാലമില്ല, കാലമില്ല, യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മുഴുവനും പിശാച് തന്റെ തന്ത്രത്തിൽ കുടുക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഒരുവന്റെ മേൽ കൃപ പകർന്നു. ഇന്ന് പകൽ പ്രിയപ്പെട്ട എന്റെ വാത്സല്യ സഹോദരിമാരെ, നമ്മെ വിളിച്ചത് പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങിക്കിടക്കാനല്ല. നിന്നെ കുരുക്കിയിടാൻ ശ്രമിക്കോ, പക്ഷെ അതിനകത്തുനിന്ന് കൃപ പ്രാപിച്ച് എത്ര പേർ എഴുന്നേൽക്കോ? എത്ര പേർ കൃപ പ്രാപിച്ച് എഴുന്നേൽക്കോ? നിന്റെ അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നോ എനിക്ക് വിഷയമല്ല. അടുത്തിരിക്കുന്നവർ ഉപസിക്കുന്നോ എനിക്ക് വിഷയമല്ല. അവർ പ്രാർത്ഥിക്കുന്നോ എനിക്ക് വിഷയമല്ല. എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വാസത്തോടെ പറ, ചിന്ത കൃപ ഇന്ന് പകരപ്പെടുക. നീ ദേശത്ത് പാർക്കുന്ന നിന്റെ ദേശത്തിനകത്ത് പിശാച് കുരുക്കിയിട്ടിരിക്കുന്ന വ്യക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നിന്റെ മേൽ പകർന്ന കൃപ വിശ്വാസത്തോടെ ശക്തിയോടെ വിളിച്ചു പറ, ആമേൻ സ്തോത്രം. എന്റെ ദേശത്ത് എന്റെ കുടുംബത്തിനകത്ത് ഏതൊക്കെ വ്യക്തികൾ ആമേൻ സ്തോത്രം എന്നെ തന്ത്രത്തിൽ കുടുക്കാൻ നോക്കിയാലും അതിനകത്ത് നിന്ന് എന്റെ മേൽ പകരപ്പെടുന്ന ദൈവ കൃപ. അസാധാരണ ദൈവ സാന്നിധ്യം, അസാധാരണ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇനി അധിക സമയമില്ല മക്കളെ. എത്ര പേർ ഏറ്റെടുക്കുന്നു? ആ കൃപ എന്റെ മേൽ പകരണമേ, ആ കൃപ എന്റെ മേൽ പകരണമേ, ആ ദൈവ സാന്നിധ്യം എന്റെ മേൽ പകരണമേ. യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞൊരു പെട്ടകം പണിയണം. ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം പണിയണം. ദൈവം നോഹയോട് പെട്ടകം പണിയാനാ പറഞ്ഞേ. പ്രതികൂലത്തിന്റെ ആഴമറിയാവുന്ന കർത്താവ് ഈ ജലപ്രളയത്തെ ജയിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ അളവിൽ പണിയണം. നോഹയ്ക്ക് ഇഷ്ടമുള്ള അളവിൽ പണിഞ്ഞാൽ ഈ പ്രതികൂലത്തെ ജയിക്കാൻ പറ്റത്തില്ല. ദൈവം പറയുന്ന അളവിൽ പെട്ടകം പണിഞ്ഞാൽ ഈ പ്രതികൂലമാകുന്ന ജലപ്രളയത്തെ ജയിച്ചു കയറാൻ പറ്റും. ഇപ്പൊ 300 മുഴം നീളമാ. ഈ 300 മുഴം നീളം 299 ആയാൽ ഈ പ്രതികൂലത്തെ ജയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല മക്കളെ. കർത്താവ് പറയുന്ന അളവിൽ നീ പെട്ടകം പണിയാൻ ആരംഭിച്ചാൽ ഈ പ്രതികൂലത്തെ ജയിച്ചു കയറുവാൻ, ഈ പ്രളയത്തെ ജയിച്ചു കയറുവാൻ
പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ അങ്ങ് പോവുക, പെട്ടെന്ന് സമയം പൊയ്ക്കൊണ്ടിരിക്കും. ഈ പെട്ടകം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും കളിയാക്കിയില്ലേ, വട്ടെന്ന് പറഞ്ഞില്ലേ, നോഹയ്ക്ക് വട്ട. സ്തോത്രം. ഈ പണിയുമ്പോൾ മറ്റുള്ളവർ കളിയാക്കി പരിഹസിച്ചും ഇരിക്കുമ്പോൾ നോഹയ്ക്കറിയാം, ഈ ലോകമാകുന്ന വ്യക്തികൾ എനിക്ക് വിരോധമായി സംസാരിച്ചാലും, എനിക്ക് വട്ടാന്ന് പറഞ്ഞാലോ, സ്തോത്രം. നമ്മളെ നോക്കി പറഞ്ഞില്ലേ, ബൈബിളുമായിട്ട് ഇറങ്ങിയപ്പോ വട്ട, അവൻ വേറൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാ പോകുന്നത്. അവൻ ബൈബിള് പൊതിഞ്ഞു പിടിച്ചു വന്നവരില്ലേ, ആരും കാണാതെ രഹസ്യമായി വന്നവരില്ലേ, അവരെയൊക്കെ ഇന്ന് കർത്താവ് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആരും കാണാതെ കർത്താവിന്റെ സന്ധി വന്നോ, നീ അന്യഭാഷയിൽ ആരാധിച്ചപ്പോ പറഞ്ഞില്ലേ, നിനക്ക് സുബോധമില്ലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എങ്കില് ആ കളിയാക്കുന്നവർ കളിയാക്കുമ്പോഴോ നീ പറയണം, ലോകമല്ല എന്നെ വിളിച്ച്, ലോകമല്ല എനിക്ക് അളവ് തന്നെ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൾ വിശ്വാസത്തോടെ വിളിച്ചു പറ. ലോകം വിധി എഴുതുമ്പോൾ, ലോകം കളിയാക്കുമ്പോൾ, ലോകം പരിഹസിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർ ധീരതയോടെ കർത്താവ് പറഞ്ഞ അളവിൽ പെട്ടകം പണിതു പൂർത്തീകരിച്ചു. പൂർത്തീകരണം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. എത്ര പേരാ പെട്ടകത്തിനകത്ത് കയറിയേ? 8 പേർ. നോഹയും തന്റെ കുടുംബവും. ദൈവമല്ലേ പെട്ടകത്തിന്റെ വാതിൽ അടച്ചത്? സ്വന്തം ഒറ്റ കാര്യം, കളിയാക്കിയവർ എവിടാ, പരിഹസിച്ചവർ എവിടാ, ഭ്രാന്തെന്ന് പറഞ്ഞവർ എവിടാ, പട്ടെന്ന് വിളിച്ചവർ എവിടാ? അവർ ഒറ്റ മരണത്തിനകത്ത് പെട്ടകത്തിനകത്ത് കയറിയില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ പറ, കളിയാക്കിയവർ, പരിഹസിച്ചവർ, അപമാനിച്ചവർ മാറി നിൽക്കുമ്പോൾ ദൈവ ശബ്ദം കേട്ട് ദൈവ കൽപ്പനയനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ ആ നിന്ദ എനിക്ക് വിഷയമല്ല, അപമാന വിഷയമല്ല. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു പെട്ടകം. അന്ന് നോഹയ പെട്ടകം പണിതെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ യേശു കർത്താവ് ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് വേണ്ടി നമുക്ക് വേണ്ടി ഭവനം പണിയല്ലേ? അതെ, സ്തോത്രം. കൃപയുടെ വാതിൽ അടയാൻ സമയമായി. ഇനി അധികം സമയമില്ല, ഇനി അധികം സമയമില്ല. സ്തോത്രം. കൃപയുടെ വാതിലടയാൻ സമയമായി. എത്ര പേർ വിശ്വാസത്തോടെ പറയുക, കർത്താവേ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്, ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ, യേശു എനിക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിന്റെ പൂർത്തീകരണം കഴിയുമ്പോൾ ആ വിശുദ്ധിയോട് എന്ന് കേട്ടതുപോലെ ചേരുന്ന ആ വേഗത്തില് ഇമ്പവീടത്തില് യഹോവയായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവൻ ഓരോ തലമുറകളെ എടുത്തു പോകാൻ സമയമില്ല. അബ്രഹാം ദൈവ ശബ്ദം കേട്ടിറങ്ങിയതാ. അന്യ ദൈവങ്ങളെ സേവിച്ച്, വിഗ്രഹങ്ങളെ സേവിച്ച് അവൻ ആ അബ്രഹാം ദൈവ ശബ്ദം എന്താ കേട്ടെ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന്. എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞല്ല വിളിച്ചിറക്കിയത്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് കരുതിയല്ല അബ്രഹാമും ഇറങ്ങിയത്. ദൈവ ശബ്ദം ഇങ്ങനെയാ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഈ ദൈവ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങി തിരിച്ചു. എന്നാൽ 25 വർഷത്തെ കാത്തിരിപ്പിന്റെ മറുപടിയായി കർത്താവ് ഒരു വാഗ്ദത്ത സന്തതിയെ നൽകി. അവൻ ഈ സന്തതി നൽകിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ എത്ര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു വാഗ്ദത്ത സന്തതിയാ കർത്താവ് കൊടുത്തത്. ഈ സന്തതിയുമായി സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, നിന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിക്കണം. ഈ ശബ്ദം കേട്ടപ്പോൾ ഒരു ചോദ്യം ചെയ്യാതെ ഈ കുഞ്ഞുമായി അബ്രഹാം യാത്രയായി. ഈ കുഞ്ഞുമായി അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ അമ്മമാരൊക്കെ ഒത്തിരി കരഞ്ഞ വേദനയൊക്കെ തീർക്കും. അപ്പന്മാരുടെ ഹൃദയത്തിനകത്താണ് വേദന. ഈ വേദനയോടെ ഈ കുഞ്ഞുമായി പോകുമ്പോൾ ഒറ്റ കാര്യം അബ്രഹാമിന് പറയാൻ കഴിയും. എന്താ? ഞാൻ വാഗ്ദത്തത്തിൽ മാത്രമല്ല വിശ്വസിച്ച
തിരിച്ചിറങ്ങിയത്. പിന്നെ ഞാൻ വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചാണ് ഇറങ്ങിയത്. വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ച് ഇറങ്ങിയത് കൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ മകന് മോറിയ മലയിൽ കത്തിച്ചാലും കരിച്ചാലും അറുത്താലും നുറുക്കിയാലും ഇതുപോലെ ഒന്നിനെ തരുവാ എനിക്കൊരു ദൈവമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയവർ വിളിച്ചു പറ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വാഗ്ദത്ത സന്തതിയെ മോറിയ മല കൊണ്ട് അവസാനിക്കത്തില്ല, അവിടെ കൊണ്ട് തീരത്തില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറയെ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനാ എന്റെ കൂടെ. ആ വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ച് ചില പരീക്ഷണങ്ങളിൽ കുടുങ്ങി പോകരുത്. പരീക്ഷണം വരുമ്പോൾ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ വിശ്വാസത്തോടെ മുറുകെ പിടിക്കണം. എത്ര പ്രതിസന്ധി വന്നാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. ഇത് മോറിയ മല കൊണ്ട് തീരത്തില്ല. അവിടെ കൊണ്ട് തീരുന്നതല്ല മക്കളെ. പരിശുദ്ധാത്മ എത്ര പേർ ഏറ്റെടുക്കുന്നു? എന്റെ സന്തതിയെ കുറിച്ച്, എന്റെ സന്താനത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അത് പല വാഗ്ദത്തം ഞങ്ങൾ കേട്ടതാ. പക്ഷെ എവിടെ ആ ചോദ്യത്തിന്റെ മറുപടി വെളിപ്പെടാൻ സമയമായി. ഈ കുഞ്ഞുമായി അപ്പൻ വിറകുകെട്ടൊക്കെ എടുത്ത് മകന്റെ മേൽ വെച്ചിട്ട് അപ്പനും മകനും തനിച്ചുള്ളൊരു യാത്രയുണ്ട്. ഇവര് തനിച്ച് യാത്രയാകുമ്പോൾ അപ്പൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചേ? അപ്പാ, വിറകുണ്ട്, പക്ഷേ യാഗത്തിനുള്ള ഈ ചോദ്യം കേട്ട് നമ്മളാണെങ്കിൽ തളർന്നു പോകും. സ്തോത്രം. പെട്ടെന്ന് നമ്മൾ പറയുന്നത് എന്താ? ഹൃദയം പൊട്ടി വേദനപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇങ്ങനെ പോകുമ്പോഴാ മകന്റെ ഒരു ചോദ്യം, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദ്യം കേട്ടാൽ പെട്ടെന്ന് നമ്മൾ പറയും, മോനെ എടാ നീയാ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് യാത്ര തീരും. അവിടെ കൊണ്ട് തീരുന്ന യാത്രയല്ലിത്. അവിടെ കൊണ്ട് അവസാനിക്കുന്ന യാത്രയല്ലത്. ഒരു ചോദ്യത്തിന് മുമ്പിൽ തകരുന്ന ഒരു മിനിസ്ട്രി അല്ലിത്. ഒരു ചോദ്യത്തിന് മുമ്പിൽ പരാജയപ്പെടുന്ന കുടുംബമല്ലത്. ചില ചോദ്യങ്ങളല്ലേ നിന്നെ ഇവിടെ തകർത്തത്. ചില ചോദ്യങ്ങളല്ലേ നിന്നെ പരാജയപ്പെടുത്തത്. ചില ചോദ്യങ്ങളല്ലേ നിന്റെ പ്രാർത്ഥന ജീവിതം തകർത്തത്. ചില ചോദ്യമല്ലേ തലമുറ ഉടച്ചത്. പക്ഷെ ആ ചോദ്യം കൊണ്ട് അവസാനിക്കുന്ന യാത്രയല്ലത്. അടുത്ത മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാം. ദൈവാത്മാവിനോട് വ്യക്തമായി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക, വ്യക്തമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക. പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്നു. അതല്ല വികാരപ്പെടുക. ചില ചോദ്യം ചിഹ്നങ്ങൾ നിന്നെ തകർത്തന്നില്ല. ചില ചോദ്യചിഹ്നങ്ങൾ ചിലരെ തകർക്കുമ്പോൾ സ്തോത്രം. അബ്രഹാമിനറിയാം ഈ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്ത് പറയണമെന്ന്. വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിന്നവർ പറയുന്നല്ലേ സ്തോത്രം. എത്ര പ്രതികൂലം വന്നാലും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന പിതാക്കന്മാരെ, അമ്മച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുക, പെട്ടെന്ന് വാടി തളർന്നു പോകുക. എത്ര ചോദ്യം വന്നാലും സ്തോത്രം പറയണം. എന്താ അബ്രഹാം പറഞ്ഞേ? അപ്പാ സ്തോത്രം, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന ചോദ്യം കേട്ട് അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളൂ. മക്കളെ, യഹോവ മോറിയ മലയിൽ നമുക്ക് വേണ്ടി കരുതും. ഇന്ന് പകൽ ചില ചോദ്യചിഹ്നം മുന്നിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറ, യഹോവ
രാത്രിയിൽ വന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി യാഗം കഴിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഞാൻ പൊട്ടി കരയാറുണ്ട് ഭാഗങ്ങളൊക്കെ ചിന്തിച്ചിട്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ കിടത്തി ഈ കത്തി എടുക്കുന്ന സമയമുണ്ടല്ലോ, കത്തി എടുക്കുന്ന സമയത്ത് പിശാച് മാറി നിന്ന് പറയും. എന്ത് പറയും? പിശാച് മാറി നിന്ന് പറയും, ഇവന്റെയും കഥ കഴിഞ്ഞു, ഇവനും തീർന്നു. അബ്രഹാമേ, നിന്റെ വാഗ്ദത്ത സന്തതിയും അസ്തമിച്ചു. പിശാച് മാറി നിന്ന് വെല്ലുവിളിക്കുക. പിശാച് മാറി നിന്ന് പറയും, ഇതോടെ ഇതും തീർന്നു. പക്ഷേ സ്തോത്രം, ഇത് അസ്തമിച്ചു എന്ന് പിശാച് പറയുമ്പോൾ അടുത്തൊരു ശബ്ദം എന്താണെന്നറിയാമോ? അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഈ ദൈവ ശബ്ദം കേട്ട് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? എന്താ കണ്ടേ? ആട്ടുകുട്ടിയാണോ? ആട്ടുകൊറ്റനെയല്ലേ കണ്ടേ? ആ ആട്ടുകൊറ്റന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നു. സ്തോത്രം. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ തന്നെ എന്റെ ദൈവം ഒരു ആട്ടിൻകുട്ടി ഒരുക്കി. ഇസ്ഹാക്ക് വളർന്നതോടൊപ്പം ആട്ടിൻകുട്ടി വളർന്നു. അതിന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിയിട്ടിരിക്കുക. അവൻ നമുക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി അവൻ ഒരുക്കിയതിനെ ഒരു ശത്രുവും തകർക്കത്തില്ല, ഒരു പിശാചിനെ തകർക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, നമുക്ക് വേണ്ടി കരുതി വെച്ചത്, അതിന്റെ ദിനധന വിശ്വാസത്തോടെ ശക്തമായ കൈകളെ അടിച്ചുകൊണ്ട് പറ, അതുല ധന 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 ശക്തമായ ദൈവാത്മ ഇടപെട്ടൊടുങ്ങി. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കര, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിന്റെ കര, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ കര ചലിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാമും ഇസ്ഹാക്കും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഒരു യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ യഹോവയായ ദൈവം എൻ്റെ ചിന്തയിൽ പറയുക, അപ്പനും മകനും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യഹോവയായ ദൈവം പറയും, അബ്രഹാമേ, നിന്റെ കയ്യിലിരിക്കുന്ന മകനുണ്ടല്ലോ, നീ പൊക്കോ, പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. ഇവൻ ആരാന്നറിയാമോ? ഇവൻ ആരാ? ഭാവിയിൽ മോശ ദൈവത്തോട് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. അപ്പൊ ദൈവം എന്താ പറയാൻ പോന്നെ? ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവമായ യഹോവ എന്ന് പറയാനിരിക്കുക. അതുകൊണ്ട് ഇവിടെ കൊണ്ട് തീരത്തില്ല. നിന്റെ മകൻ ദൈവത്താൽ പ്രസിദ്ധനാകും. ഇന്ന് പകൽ വിശ്വസിക്കുക. ആമേൻ. വിശ്വാസത്തോടെ വിളിച്ചു പറ, ഇവൻ ചെറിയൊരു തലമുറയല്ല മക്കളെ. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ
Praise the Lord. എൻ്റെ രണ്ടാമത്തെ മകൻ പൗരുഷനിലൊക്കെ പാടുന്നുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന വിജയാൻറ്റി പറഞ്ഞു കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവൻ്റെ ഡെലിവറി ഞങ്ങൾ അന്ന് ഹൈ റേഞ്ചിൽ ഇടുക്കിയിലായിരുന്നു ഞങ്ങളുടെ സഭാചാരം. എല്ലാം എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾക്ക് ഇടുക്കി ശല്യാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഭയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി ഉള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നു വന്നത്. ആ സമയം ഞാനിങ്ങനെ ലേബർ റൂമിൽ നിൽക്കുക. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സ്വത്രം, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല ഒത്തിരി വലിയ തലയാണ്. അത് എന്നിട്ട് അതിനുശേഷം വന്ന് പറഞ്ഞു കുഞ്ഞിന് ജീവനില്ല, അനക്കമില്ല എന്നൊക്കെ ഇവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഞായറാഴ്ച ദിവസമാണ്, 2000-ലാണ് ഏപ്രിൽ മാസം 2-ാം തീയതി. ഡോക്ടർ വന്ന് പറയുന്നു, അടുത്ത നിമിഷം പറയുന്നു കുഞ്ഞിന് ജീവനില്ല. അപ്പം ഞാൻ ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടു. എനിക്ക് അച്ഛനെ വിളിക്കാൻ പറ്റത്തില്ല, അന്ന് ഞായറാഴ്ചയാണ്, അന്ന് ഫോണൊന്നും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ വിളിച്ച് അവിടെ വന്നൊക്കെ സംസാരിക്കുന്നേ. ഞാൻ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയി. ഞാൻ ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ലേബർ റൂമിലോട്ട് കയറി. ആരും ഇല്ലല്ലോ, വിട്ട് നിലവിളിച്ചു. എൻ്റെ കാതിൽ കേട്ട ഒത്തിരി ശബ്ദമുണ്ട്, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അംഗവൈകല്യമുള്ളവരാണ്. എൻ്റെ അച്ഛൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ഉള്ളവരാണ്. ഡോക്ടർ പറഞ്ഞു വലിയ തലയാ, ഈ കുഞ്ഞിനെ കിട്ടിയാലും കൊള്ളത്തില്ല, അവന് ജീവനൊന്നും ഉണ്ടാകത്തില്ല, അവന് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ലേബർ റൂമിൽ കയറി പ്രാർത്ഥിച്ചു, കർത്താവേ, മാനുഷിക ശബ്ദങ്ങൾ എന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, ദൈവ ശബ്ദം എനിക്ക് കേൾക്കണം കർത്താവേ. അവിടെ നിന്ന് അതരം പൊട്ടി വാവിട്ട് കരഞ്ഞു. എനിക്ക് കുന്നും മലയൊക്കെ ചവിട്ടി കയറേണ്ടതാ, എന്റെ ഉദരത്തിൽ കത്തി വെക്കാൻ അനുവദിക്കരുത്. ഒരു ഭക്തൻ കരഞ്ഞാൽ, ഒരു ഭക്ത കരഞ്ഞാൽ എന്റെ കർത്താവ് ഇറങ്ങി വരുമോ? വരും മക്കളെ, വരും. വിശ്വാസത്തോടെ പറ, വരും. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയോ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയോ മലകൾ നിന്റെ മുന്നിൽ ഉരുകി പോകാൻ തക്കവണ്ണം ആകാശം കീറി മുറിച്ച് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. ആ ഒരു വേദന എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്ര ഹൃദയം പൊട്ടിക്കരച്ചില്ല അല്ലേ? നമുക്കിതൊക്കെ ഇപ്പൊ പറഞ്ഞു വിടാൻ എളുപ്പമാണ്. ഒന്നും കഴിക്കാൻ ഒത്തിരി ഉണ്ടോ? പട്ടിണിയാ, നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല. എന്റെ ചിന്ത പോയി, ഞാൻ ആഹാരം നല്ലത് കഴിക്കാത്തോണ്ടായിരിക്കും എന്റെ കുഞ്ഞിനിങ്ങനെ വന്നത്. എപ്പോഴും റേഷനരി ഇട്ട് കഞ്ഞി വെച്ചു, മുളക് ചാലിച്ചൊക്കെയാണ് അന്ന് ദിവസങ്ങൾ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് വിചാരിക്കൊക്കെ. പക്ഷേ എന്നാൽ സ്തോത്രം, അവിടെ നിന്ന് കരയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സാന്നിധ്യം, എന്റെ യേശുപ്പയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന വെറുതെ അല്ല. എന്റെ ശരീരത്തിൽ അസാധാരണ ദൈവ സാന്നിധ്യം ഇറങ്ങുക ചെയ്തേ. ഞാനിത് അനുഭവിക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ ഒരു വ്യക്തികൾ പോലും അവിടെ നിൽപ്പില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നു. ഞാനിങ്ങനെ കൈയാട്ടി വിളിച്ചു. ചേച്ചി ഓടി വന്നിട്ട് എന്നെ എടുത്ത് ആ ബെഡിലോട്ട് കിടത്തി. എന്നെ ബെഡിലോട്ട് കിടത്തി സെക്കൻഡുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ എന്റെ കരത്തിൽ എന്റെ ദൈവം തന്നു. ഒരു വാഗ്ദത്ത സന്തതി നിന്നെ തകർക്കുമെന്ന്, നിന്നെ നശിപ്പിക്കുമെന്ന്, ഉടയ്ക്കുമെന്ന് പിശാചെത്ര വെല്ലുവിളിച്ചാലോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം. മാനുഷിക ശബ്ദം നീ മാറ്റിവെക്കുക, മാനുഷിക ശബ്ദം നീ മാറ്റിവെക്കുക. ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറാകട്ടെ. മാനുഷികമായ ശബ്ദങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവ ശബ്ദത്തിന് കാതു കൊടുക്കുക. നമ്മെ കുറിച്ച്, തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ. ജനിച്ചപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. വലിയ തലയും ഉടല് ചെറുതും. കാണാൻ വരുന്നവരെല്ലാം പറയും,
ഈ കൊച്ചു നടക്കത്തില്ല, ഇതിനെന്തോ കുഴപ്പമുണ്ട്, ഏതെങ്കിലും വലിയ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കണം. അവർ പറയുമ്പം ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിടും. അവർ പോയി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ ഞാൻ വാക്തത്വ വചനം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ തല, പണ്ടത്തെ അമ്മച്ചിമാർ പറയത്തില്ലേ കൈയുടെ വെള്ളയെ തല വെച്ച് ഉരുട്ടാൻ, കൈയുടെ വെള്ളയെ തല വെച്ച് ഉരുട്ടിക്കൊണ്ട് ഞാൻ പറയും, ഒരു ഡോക്ടറിനെ കാണാൻ പോകത്തില്ല, എനിക്ക് കർത്താവ് തന്നത് വാക്തത്വ സുന്ദരിയാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ശരീര ഘടനകൾക്ക് വ്യത്യാസം വരുത്തി ഇന്ന് സ്തോത്രം കർത്താവിനാണ് പൈതൽ ഉപയോഗിക്കുമ്പോൾ ചോറ് നടിച്ചു കൊടുത്താൽ അറിയാം ഇപ്പൊ തലയേക്കാൾ വലുതാ ഉടല്. പലരും ചോദിച്ചിട്ടുണ്ട് ജെഫിന്റെ മമ്മിയാണോ എന്ന്. എനിക്ക് ഒത്തിരി സന്തോഷം അങ്ങനെ ചോദിക്കുമ്പോ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. നമ്മുടെ മക്കൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അനുഗ്രഹം. അതാ വേഗത്തിൽ പോകാം. അബ്രഹാമിന്റെ പദവി എവിടാ കൊണ്ട് നിർത്തിയത്? എവിടാ? പുതിയ നിയമ പുസ്തകം തുറക്കുമ്പോ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്ക് എന്താ? അബ്രഹാമിന്റെ സന്തതി, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശുക്രിസ്തുവിന്റെ പിതാവെന്നുള്ള നിലയിൽ ആരെ കൊണ്ടുവന്നു? അബ്രഹാമിനെ. ഒന്നും കിട്ടുമെന്ന് കണ്ടിട്ടല്ല അബ്രഹാം ഇറങ്ങിയ, ദൈവ ശബ്ദം കേട്ടാൽ. ഞാൻ വേഗത്തിൽ പോകട്ടെ. സ്വതന്ത്രം നമ്മുടെയൊക്കെ കൊണ്ടുവരുന്ന പദവിയൊക്കെ ഒത്തിരി വലുത്. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ. എന്നാൽ സ്തോത്രം, നമുക്ക് ദൈവദാസന്മാരോടൊക്കെ ചോദിച്ചാൽ പറയും, ഒന്നും കിട്ടുമെന്ന് കണ്ടിട്ടല്ല ഈ ആമേൻ പെട്ടകമെടുത്ത് ഇറങ്ങിയത്. കർത്താവിന്റെ വേലയിൽ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇവിടെ വരെ കർത്താവ് കൊണ്ടുവന്നില്ലേ? അഭിഷേകന്മാർ പറയും, ആമേ ഈ ഒരു പദവിയിൽ കൊണ്ട് നിർത്തിയത് ഒന്നും കാണാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്. ആമേൻ വചനഭാഗത്തിൽ പറയുന്നുണ്ട്, കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, പിന്നെ കടമായിട്ടത്രേ. കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ആമേൻ സ്തോത്രം. അവിടെ വായിക്കുന്ന ചിലത് കർത്താവ് കടം പറഞ്ഞിരിക്കുക. വേഗത്തിൽ പോകട്ടെ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. എല്ലാം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, മോശ, യോശുവ, ദാവീദ്, ഏലിയാവ്, എലീശ, ഇവരെല്ലാം അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിയില്ലേ? മരുഭൂമിയിൽ മഞ്ഞ പൊഴിച്ചില്ലേ? മാറിയെ മധുരമാക്കി മാറ്റിയില്ലേ? കർമ്മേലിൽ തീയിറക്കിയില്ലേ? സർപ്പത്തിന്റെ തലയെ തകർത്തോ? ഇല്ല. ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് സ്വതന്ത്രം. മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിന്റെ കരയിൽ വന്ന് നിൽക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ
യഹോവയുടെ ഭുജം ആരാ? മോശയുടെ വടി സർപ്പമായില്ലേ? ആ സർപ്പത്തെ മന്ത്രവാദിയുടെ സർപ്പത്തെ മോശയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ ഇവിടെ തന്റെ ജനത്തിന് വിരോധമായി മഹാസർപ്പത്തിന്റെ തലയെ തകർത്തത് യഹോവയുടെ ഭുജമാ. യഹോവയുടെ ഭുജം ആരാ? അവിടെ തെളിയിക്കുന്നുണ്ട്. യഹോവയുടെ ഭുജം, ആമേൻ സ്തോത്രം, രക്ഷ വരുത്തിയ ഭുജമാ. ആമേൻ സ്തോത്രം. യഹോവയുടെ ഭുജം, ആമേൻ ജയത്തിന്റെ ഭുജമാ. യഹോവയുടെ ഭുജം ഭരിക്കാൻ പോകുന്ന ഭുജമാ. യഹോവയുടെ ഭുജം നഗ്നമാക്കപ്പെട്ട ഭുജമാ. യഹോവയുടെ ഭുജം താങ്ങുന്ന ഭുജമാ. ആ ഭുജമാണ് എന്റെ നസ്രേനായ യേശു. യേശുവേ, നീയല്ലേ രഹബനെ വെട്ടിയത്? യേശുവേ, നീയല്ലേ സർപ്പത്തെ തകർത്തത്? അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഈ സർപ്പത്തിന്റെ തലയെ യേശുവിന്റെ കരമലകി. ഓ റബല സഖല വരമസിയ ചുടല മസിക വരവരവരവരവ. പ്രവചന ശബ്ദമായി എത്ര വരട്ടെടുക്കും? പ്രവചന ശബ്ദമായി എത്ര വരട്ടെടുക്കും? യേശുവിന്റെ നാമത്തിൽ വ്യക്തമായി ശക്തിയോടെ യേശുവിന്റെ വരസിയ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ യേശുവിന്റെ കരമായിറങ്ങി. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത്, ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത്, ആമേൻ, സ്തോത്രം, ആലയത്തിനകത്ത് ധൂപം കാട്ടിക്കൊണ്ടിരുന്ന സക്കറിയാവിന്റെ അടുക്കൽ ദൂതൻ വന്നു പറഞ്ഞു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കൂ. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്നും ജീവനുള്ളൊരു സന്തതി ജനിക്കത്തില്ലെന്നുമുള്ള ന്യായപ്രമാണത്തിന്റെ സൂചനയാ സക്കറിയാവ്. എന്നാൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി. എന്താ ഇത്ര താമസിച്ചേ? എന്തുകൊണ്ടാണ് ഇത്ര കാലങ്ങൾ നീണ്ടുപോയത്? എന്തുകൊണ്ടാ? സ്തോത്രം. സർപ്പത്തിന്റെ തലയെ തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതിയെ പരിചയപ്പെടുത്തുവാൻ ഞാൻ നിനക്കൊരു സന്തതിയെ തരൂ. ഞാൻ നിനക്കൊരു സന്തതിയെ തരാൻ പോവുക. എലിസബത്ത് ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കൂ. അതൊരു ചെറിയ വ്യക്തിയല്ല, അതൊരു ചെറിയ തലമുറയല്ല. അവൻ ആരോ? ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക. സക്കറിയാവ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രവചിച്ചൊരു പ്രവചന ശബ്ദമുണ്ട്. എന്താ പ്രവചിച്ചേ? 8 ദിവസം പ്രായമായതേ ഉള്ളൂ. സക്കറിയാവ് പ്രവചിച്ചു, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീ കർത്താവിന് വേണ്ടി വഴി ഒരുക്കും. ഇതൊരു ചെറിയ സന്തതിയല്ല. അനേകർ പട്ടുപോയ മരുഭൂമിയിൽ നിന്നുകൊണ്ട്, ഞാൻ ഓടിച്ചങ്ങ് പോവുക, അനേകർ തകർന്നു പോയ മരുഭൂമിയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആരും അറിയപ്പെടാതെ
ഒരാശാരിപ്പണിക്കാരന്റെ ഭാര്യയായി, വീട്ടമ്മയായി, വീട്ടിലൊതുങ്ങാൻ വീട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും കൂടെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയയുടെ അടുക്കൽ അകത്ത് ചെന്ന് ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അന്ന് ജനം മ്ലേച്ഛതയിൽ ബന്ധിക്കപ്പെട്ടപ്പോ നോഹയ്ക്ക് കൃപ കൊടുത്തു, ഒരു പെട്ടകം പുറത്തെടുത്തു. എന്നാൽ ഇന്ന് ജനം ന്യായപ്രമാണം കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയപ്പോൾ ഒരുവന്റെ മേൽ കൃപ പകർന്നു, ക്രിസ്തു എന്ന പെട്ടകം പുറത്തെടുത്തു. ആരും അറിയപ്പെടാതെ ഒതുങ്ങിയിരുന്നവരുടെ ഇടയ്ക്കലാണ് ദൂതൻ പറഞ്ഞ്, കൃപ ലഭിച്ചവളെ. അവള് ഭ്രമിച്ചു പോയി, ഭയപ്പെട്ടു പോയി. എന്തിനാ ഭയപ്പെട്ടെ? യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ വന്ദനം പറയത്തില്ലേ? പറയും. പക്ഷെ ഇവള് പേടിച്ചത് എന്തുകൊണ്ടാ? കൃപ ലഭിച്ചവളെ. കൃപ ലഭിക്കുമെന്നല്ല പറഞ്ഞേ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ച വിവരം ഇന്ന് ഇതിനകത്ത് പലരും അറിയാതിരിക്കുന്ന അനുഭവമുണ്ട്. നമ്മൾ കൃപ പ്രാപിച്ചവരുടെ പുറകെ പോകണ്ട. നാം ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, നമ്മുടെ മേൽ പകർന്ന കൃപയ്ക്കൊത്തവണ്ണം എത്ര പേർ മുന്നോട്ട് പോകാൻ തയ്യാറാ? ആരുടെ പുറകെ നീ പോകണ്ട മക്കളെ. നിന്റെ മേൽ പകർന്നൊരു കൃപയുണ്ട്, നമ്മുടെ മേൽ പകർന്നൊരു ദർശനമുണ്ട്, നമുക്ക് തന്നൊരു അഭിഷേകമുണ്ട്. അതോടെ നീ മുന്നോട്ട് പോകാമെങ്കിൽ നിന്റെ റൂമിനകത്തടങ്ങുന്ന കേൾക്കുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. ആ ശബ്ദത്തോടു കൂടെ ശക്തമായി നിൽപ്പോ. യേശുവിന്റെ നാമത്തിൽ സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. ദൈവസഭയുടെ ഉണർവിന് വേണ്ടി, ജനത്തിന്റെ ഉണർവിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. ചോദിക്കുന്നു, എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പ്രാർത്ഥിക്കാൻ പോവാൻ പെട്ടെന്ന് സമയം. ദൈവത്തിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിനാ സ്തോത്രം. നോക്കിക്കേ, യേശുവിന്റെ ജനനം മുതൽ മരണം വരെ പിശാച് ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നില്ലേ തകർക്കാൻ? യേശു ജനിച്ചപ്പോഴല്ലേ വിദ്വാൻമാർ ചോദിക്കുന്നു, രാജാവായി പിറന്നവൻ എവിടെ? അടുത്ത രാജാവിന്റെ പദ്ധതി എന്താ? രാജാവായി ആരും ജനിച്ചിട്ടില്ല. രാജകൊട്ടാരത്തിൽ ജനിച്ചിട്ടുണ്ട്, രാജാവിന്റെ മകനായി ജനിച്ചിട്ടുണ്ട്, രാജാവായി ആരും ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഹെരോദാവ് പൈശാചിക ശക്തിയുടെ കയ്യാളാൽ വാളെടുത്തിട്ട് പറഞ്ഞു, തലമുറകളെ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. പിശാചേ, നീ വാളെടുത്താലോ, ഹെരോദാവേ, അരമനയിൽ നീ എത്ര ഭാവിച്ചാലോ, ദൈവ ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, ഈ മകനെ കൊണ്ട് നീ റൂട്ട് മാറ്റിക്കോ. ദൈവാത്മ വ്യക്തമായി പറയുന്നു, ചില റൂട്ട് മാറ്റി വിട്ടത് എന്തിനാണെന്നറിയാമോ? ചില അനർത്ഥങ്ങൾ നിന്നെ പതിയിരിക്കുമ്പോ, ചില അനർത്ഥങ്ങൾ നിന്നെ തകർക്കാൻ എഴുന്നേൽക്കുമ്പോ, ചില റൂട്ടുകൾ മാറ്റിവിട്ടോ. അങ്ങനെ നിരസിയോ ശക്തമായി, ശക്തിയോടെ, ശക്തിയോടെ. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ പിശാചിനെ തകർക്കുക. പക്ഷേ യേശു വചനത്താൽ അതിനെയെല്ലാം ജയിച്ചു. പീലാത്തോസിന്റെ അരമന മുതൽ
ഗോൽഗോഥയുടെ കൊലക്കളം വരെ തകർക്കപ്പെട്ടു. 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടെത്താത്ത എന്റെ യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി സ്തോത്രം നോക്കി മരണാധികാരിയായ പിശാചിനെ, തലപോക്കി നിൽക്കുന്ന സർപ്പത്തെ, പൈശാചിക ശക്തിയെ എന്റെ യേശു മരണത്തോൽ കാൽവറി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തു. ഓ സർപ്പത്തിന്റെ തലയെ എന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ വെച്ച് തകർത്തു. പിശാചിന്റെ സർവായുധ വർഗത്തെ ശക്തമായി ഏറ്റെടുക്കാൻ ആമേൻ. നമുക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ ആമേൻ ജയിക്കാനുള്ള ദൈവകൃപയുടെ കൂടെ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമേൻ കരങ്ങളെ അടിച്ചുകൊണ്ട് അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ശക്തമായി ആമേൻ ദൈവദാസിമാർ മുന്നോട്ട് വന്നൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുക. കർത്താവേ, ആ കൃപ എന്റെ മേൽ പകരണമേ, ആ ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ, ആ ദൈവ സാന്നിധ്യം എന്റെ മേൽ എല്ലാവർക്കും കരങ്ങളെ അടിച്ച് അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ശക്തമായി പറ. ജനം മ്ലേച്ഛതയിൽ കുടുങ്ങിപ്പോയപ്പോൾ അതിന്റെ നടുവില് ഒന്ന് മറിയിക്ക് ദൈവം കൃപ കൊടുത്തെങ്കിൽ ആ കൃപ എനിക്ക് വേണമപ്പോ. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ? ശക്തിയോടെ ശക്തമായി യേശുവിന്റെ നാമത്തില്. ഓ ദേഖബല ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ
Praise the Lord.